Welcome all. In this video, we are discussing about organization structure and its types. Organization structure. It is a framework within which an organization arranges its line of authorities and communications and allocates rights and duties. So it is a framework of relationship of individuals in an organization. ഒരു ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അതോറിറ്റി അതുപോലെ തന്നെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസൊക്കെ അറേഞ്ച് ചെയ്ത ഒരു ഫ്രെയിംവർക്കിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Basically, there are three types of organization structures, namely line organization, line and staff organization, and functional organization. First one is line organization. It is also known as scalar organization or military type of organization. സ്കേലാർ ചെയിൻ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ ഒരു ടോപ്പ് ടു ബോട്ടം എന്ന രീതിയിലായിരിക്കും അവിടെ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലൈൻ ഓർഗനൈസേഷനിലും. അതുപോലെ തന്നെ നമുക്ക് മിലിറ്ററിയിലൊക്കെ അറിയാം, അവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് കമാൻഡ്സ് കൊടുക്കുന്നു, അവരതനുസരിച്ചിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷൻ ചെയ്യുന്നത്. സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ്, ട്രഡീഷണലായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് പുതിയ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സൊക്കെ വന്നത്. ഇറ്റ് ഈസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് അതർ സ്ട്രക്ചർ ക്രിയേറ്റഡ് ബൈ മോഡിഫൈങ് ദിസ്. ലൈൻ ഓർഗനൈസേഷനാണ് ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും ഫങ്ഷൻ ഓർഗനൈസേഷനും ഒക്കെ ഈ ലൈൻ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്സ് ആർ ക്ലിയർ ആയിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ സ്കേലാർ ചെയിനിൽ പറയുന്നത് പോലെ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കായിരിക്കും അതോറിറ്റി ലൈൻ ഓർഗനൈസേഷനിൽ ഫ്ലോ ചെയ്യുന്നത്. ദെയർ എക്സിസ്റ്റ് പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു പ്രോപ്പർ ചാനൽ ഉണ്ടാകും, അതിലൂടെ മാത്രമായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ. ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് ആർ സിമ്പിൾ ആൻഡ് എംപ്ലോയീസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സിമ്പിളായിട്ട് തന്നെ ലൈൻ ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം അയാൾക്ക് മുകളിലൊരു സുപ്പീരിയറേ ഉള്ളൂ. സുപ്പീരിയർ പറയുന്നത് ചെയ്യുക എന്നത് മാത്രമായിരിക്കും എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധിക്കും. സെക്കൻഡ് വൺ ഈസ് എക്കണോമിക്കൽ. നോ എക്സ്പേർട്ട് സ്റ്റാഫ് ഈസ് റിക്വയർഡ് ഇൻ ലൈൻ ഓർഗനൈസേഷൻ. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എക്കണോമിക്കൽ. എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റാഫൊന്നും നമുക്ക് ലൈൻ ഓർഗനൈസേഷനിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവർക്ക് അധികം സാലറി കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്കിതൊരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് എ മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ. സോ ദർ ഷുഡ് ബി സ്ട്രോങ് ഡിസിപ്ലിൻ. ഇതൊരു മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസിപ്ലിൻ ആ ലൈൻ ഓർഗനൈസേഷനിലുണ്ടാവും. നെക്സ്റ്റ്, ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻസ്. There are no experts to consult while taking decisions. So the managers can take quick and prompt decisions. ഇവിടെ എക്സ്പേർട്ടുമായിട്ട് മാനേജേഴ്സിന് ഒരിക്കലും കൺസൾട്ട് ചെയ്യേണ്ടി വരില്ല. അവർക്ക് സ്വമേധയാ ഓരോ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കൃത്യസമയത്ത് തന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് പ്രൊമോട്ട്സ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് ദി സബോർഡിനേറ്റ് വിൽ ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് നിന്ന് മാത്രം ഒരു സബോർഡിനേറ്ററിന് ഓർഡർ കിട്ടുന്നു എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് ലൈൻ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുള്ളൂ. ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ദി ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്ലിയർ, ഡയറക്റ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ്. ഒരു വെൽ ഡിഫൈൻഡ് ആയ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്ന് പറയാം. Limitations of line organization. First disadvantage is concentration of authority. The authority is concentrated at the top. If the top management is inefficient, it will affect the entire organization. ലൈൻ ഓർഗനൈസേഷനിൽ അതോറിറ്റി എല്ലാം ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. സോ അവർ പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടി. സോ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ് റോങ് ആണെങ്കിൽ അത് എൻ്റയർ ഓർഗനൈസേഷൻ നെഗറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ.
A superior is not well versed in the field such as production, finance, etc. The services of experts are not utilized. So it will adversely affect decisions. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല ലൈൻ ഓർഗനൈസേഷനിൽ സുപ്പീരിയർ ആയിട്ടുള്ളത്. സോ അവരെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ നെഗറ്റീവായിട്ട് ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഓവർലോഡിങ് ഓഫ് വർക്ക്. Under this system, the managers are overloaded with work. It will affect the efficiency of these executives. സോ ഒരു ലൈൻ ഓർഗനൈസേഷനിൽ മേജർ ഡിസിഷൻസ് എടുക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടതൊക്കെ സുപ്പീരിയർ അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും. സോ അവർക്ക് കുറേ വർക്ക് ഉണ്ടാവും. അങ്ങനെ അവർ വർക്ക് ഓവർലോഡഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എഫിഷ്യൻസീനെ ബാധിക്കും. നെക്സ്റ്റ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. In line organization, communication flows from top to bottom. This means there is a downward communication. So, the top level managers do not receive the suggestions of the subordinates. ലൈൻ ഓർഗനൈസേഷനിൽ ഒരു ടോപ്പ് ടു ബോട്ടം ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ മാനേജർ പറയുന്നത് സബോർഡിനേറ്റ് കേൾക്കുന്നല്ലാതെ സബോർഡിനേറ്റിൻ്റെ സജഷൻസ് ഒന്നും മാനേജേഴ്സ് ഒരിക്കലും കേൾക്കുന്നില്ല. സോ അതൊരു ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. Last one is not suitable for large enterprises. It is suitable only for small enterprises where work is simple and operations are not complicated. കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള എൻ്റർപ്രൈസസിന് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. ലാർജ് എൻ്റർപ്രൈസസിലൊന്നും നമുക്ക് ജസ്റ്റ് അതോറിറ്റി മാത്രം യൂസ് ചെയ്തുകൊണ്ട് എല്ലാ വർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സെക്കൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലൈൻ ഓർഗനൈസേഷൻ ഈസ് ദി ബേസിക് സ്ട്രക്ചർ. സോ ലൈൻ ഓർഗനൈസേഷൻ്റെ കൂടെ സ്റ്റാഫ് ഓഫീസേഴ്സിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനായി. സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ടു ഹെൽപ്പ് ലൈൻ അതോറിറ്റീസ്. ലൈൻ അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലാണ് ഈ സ്റ്റാഫ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ് ഷുഡ് പ്രൊവൈഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ ടു ലൈൻ അതോറിറ്റീസ്. സോ അവർ ഒരു എക്സ്പേർട്ട് ആയിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ സ്റ്റാഫ് ഓഫീസേഴ്സ്. സോ അവർ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലൈൻ അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യും. സ്റ്റാഫ് ഓഫീസേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ്. ഇങ്ങനെ ഓരോ പോയിൻറ്റ്സിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്റ്റാഫ് ഓഫീസേഴ്സിന് സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കൺട്രോളിങ് എപ്പോഴും മാനേജേഴ്സ് അല്ലെങ്കിൽ ലൈൻ അതോറിറ്റീസിൻ്റെ കയ്യിലായിരിക്കും. ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ലൈൻ ഓർഗനൈസേഷനെ പോലെ തന്നെ ടോപ്പ് ടു ബോട്ടമാണ് ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. First one is specialization. There is a planned specialization in line and staff organization and it brings about the expert knowledge for the benefit of the management. ഇവിടെ ഒരു സ്പെഷ്യലൈസേഷൻ അവർ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് നോളജ് ഉള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ബെറ്റർ ഡിസിഷൻസ്. Staff specialists help the line manager in taking better decisions by providing them adequate information. എക്സ്പേർട്ട് ആ മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാനേജർക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലെസർ ബേർഡൻ ഓൺ ലൈൻ ഓഫീസേഴ്സ്. ദി വർക്ക് ഓഫ് ലൈൻ ഓഫീസേഴ്സ് ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാഫ് ഓഫീസേഴ്സ്. ടെക്നിക്കൽ പ്രോബ്ലംസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് മാറ്റേഴ്സ് ആർ ഹാൻഡിൽഡ് ബൈ ദി സ്റ്റാഫ് ആൻഡ് the line officers has to concern about the routine and administrative matters. സോ ലൈൻ ഓഫീസേഴ്സിൻ്റെ ബേർഡൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ആ സ്റ്റാഫ് ഓഫീസേഴ്സ് ടെക്നിക്കൽ പ്രോബ്ലംസ് ആണെങ്കിലും പിന്നെ സ്പെഷ്യലൈസ്ഡ് അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏരിയയിലുള്ള മാറ്റേഴ്സ് ആണെങ്കിലും അവർ ഡീൽ ചെയ്തോളും. സാധാരണ റുട്ടീനായിട്ട് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈൻ ഓഫീസേഴ്സ്, അതായത് ലൈൻ മാനേജേഴ്സ് നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. The organization will appoint more staff officers. The experienced and old employees will get a chance of being appointed as staff officers. സോ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ സ്റ്റാഫ് ഓഫീസേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവിടെ തന്നെ വർക്ക് ചെയ്താൽ ഇപ്പോൾ ഓൾഡ് എംപ്ലോയീസിന് ചാൻസ് കിട്ടും. അപ്പോൾ അവർക്ക് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും.
Last advantage is training for line officers. Staff services have proved to be an excellent training medium for line officers. സോ ഈ സ്റ്റാഫ് ഓഫീസേഴ്സുമായിട്ട് ലൈൻ മാനേജേഴ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ട്രെയിനിങ് കൂടി ആയിരിക്കും, അവർക്ക് അതിലൂടെ കൂടുതൽ നോളജ് കിട്ടും. ലിമിറ്റേഷൻസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ഈസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീസ്. If in case of non-achievement, the line officers will blame staff officers that they do not always give correct advice. And on the other hand, staff officials complain that their advice is not properly carried out. So, അവർ പരസ്പരം ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാഫിൻ്റെ കുഴപ്പമാണെന്ന് മാനേജേഴ്സ് പറയും, അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ പ്രോബ്ലമാണെന്ന് സ്റ്റാഫ് പറയും. അങ്ങനെ അവർ പരസ്പരം ബ്ലെയിം ചെയ്തിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ ഈസ് പ്രോബ്ലംസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി. ദർ മേ ബി കൺഫ്യൂഷൻ ഓൺ ദി റിലേഷൻഷിപ്പ് ഓൺ ദി ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീസ്. ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് ഓഫീസേഴ്സും തമ്മിലുള്ള റിലേഷൻസ് കൃത്യമായിട്ട് പറയുന്നില്ല. അവരിൽ ആരാണ് സുപ്പീരിയർ എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ അവർക്കുണ്ടാവും. അത് ഓർഗനൈസേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. As the staff specialists are not accountable for the results, they may not perform their duties well. ഇവിടെ സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത എക്സ്പേർട്ട് ഒരിക്കലും അവർ റെസ്പോൺസിബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുമില്ല. ദി സിസ്റ്റം ഈസ് ക്വിറ്റ് എക്സ്പെൻസീവ്. ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എക്സ്പേർട്സ് ഇൻവോൾവ്സ് എ ഹെവി എക്സ്പെൻഡിച്ചർ. സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഓർഗനൈസേഷൻ കാനോട്ട് അഫോർഡ് സച്ച് എ സിസ്റ്റം. സോ നമ്മൾ ലൈൻ ഓർഗനൈസേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ടാണ് ഈ എക്സ്പേർട്ട് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ മീഡിയം സൈസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലാസ്റ്റ് വൺ ഈസ് മോർ റിലയൻസ് ഓൺ സ്റ്റാഫ്. ലൈൻ മാനേജേഴ്സ് ഡു നോട്ട് ടേക്ക് ടു മച്ച് റിസ്ക് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ദേ വിൽ ഡിപ്പെൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ് ഈവൻ ഇൻ റുട്ടീൻ മൈനർ അഫെയർസ്. സോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ആ ലൈൻ മാനേജേഴ്സ് സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കും. അങ്ങനെ എല്ലാ ഡിസിഷൻസും സ്റ്റാഫ് ഓഫീസേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും മാനേജർ ഫോക്കസ് ചെയ്യുന്നത്. അവരധികം റിസ്ക് ഒന്നും എടുക്കാതെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കും. നെക്സ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്. നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിലെ ചില പ്രിൻസിപ്പിളും ഫീച്ചേഴ്സും ബേസ് ചെയ്തിട്ടാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് റെഫേർഡ് ടു ആസ് ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട സിമിലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എവറി ഫങ്ഷൻ ഈസ് അണ്ടർ ദി ചാർജ് ഓഫ് ആൻ എക്സ്പേർട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ഹീസ് അഡ്വൈസർ ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റർ. സോ ഓരോ ഫങ്ഷൻ്റെയും ചാർജ് ഒരു എക്സ്പേർട്ട് എക്സിക്യൂട്ടീവിനായിരിക്കും. ഒരു ഫങ്ഷൻ ഇപ്പോൾ പ്രൊഡക്ഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അതൊക്കെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. സോ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും അതിൻ്റെ ചാർജ്. അയാൾ ഒരേ സമയത്ത് അഡ്വൈസറും അഡ്മിനിസ്ട്രേറ്ററും ആയിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ആ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ അഡ്വൈസർ, നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള അഡ്വൈസസും അദ്ദേഹം തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് ഓഫീസേഴ്സും ഉണ്ട്. സോ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു സ്കില്ല്, അവരുടെ രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഫങ്ഷണൽ മാനേജറായിട്ട് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The expert is responsible for his department and also responsible of his functions throughout the organization. ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ആ എക്സ്പേർട്ടായ മാനേജർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ. എവറി ഫങ്ഷണൽ ഇൻചാർജ് ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ഏരിയ. ഹി ക്യാൻ ഗൈഡ് യൂസിങ് ഹിസ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഫങ്ഷണൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പേർട്ടിനെയാണ്. അയാൾ ആ ഫങ്ഷൻ ഏരിയയിൽ ഒരു എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഇൻക്രീസ് എഫിഷ്യൻസി. ദി വർക്കേഴ്സ് ആർ ഗെറ്റിംഗ് ഡയറക്ഷൻസ് ഫ്രം എക്സ്പേർട്സ്, സോ ദേ ക്യാൻ അച്ചീവ് ഹയർ എഫിഷ്യൻസി ഇൻ ദി ഓർഗനൈസേഷൻ.
വർക്കേഴ്സിനെ നയിക്കുന്നത് എക്സ്പേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻസി ആ ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് നോ ഓവർലോഡ് ഓഫ് വർക്ക്. The entire work is divided into various functions and it is assigned to different functional experts. So managers are not overloaded with work. സോ ഓരോ ഫങ്ഷൻ മാനേജേഴ്സിന് അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫങ്ഷനോട് അനുബന്ധിച്ച ജോലികൾ മാത്രമേ ചെയ്യാനുള്ളൂ. സോ അവിടെ വർക്ക് ഓവർലോഡായിട്ട് ആർക്കും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ദി ഫങ്ഷണൽ ഡിവിഷൻ ഡസ് നോട്ട് അഡ്വൈസ്ലി എഫക്റ്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഒരു ഓർഗനൈസേഷൻ്റെ കോർഡിനേഷനെയും കൺട്രോളിനെയൊന്നും ഈ ഫങ്ഷൻ ഓർഗനൈസേഷൻ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സ്കോപ്പ് ഫങ്ഷൻ ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ. എ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി ഹോൾ ഓർഗനൈസേഷൻ. നമുക്ക് ഈസി ആയിട്ട് ചേഞ്ചസ് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഫങ്ഷൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പറ്റും. Limitations of functional organization. First one is violation of unity of command. Subordinate get directions and orders from different functional managers. So this violates the principle unity of command. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ മാനേജേഴ്സ്, ഒന്നിലധികം ഫങ്ഷൻ മാനേജേഴ്സ് തന്നെ ഒരു സബോർഡിനേറ്റിന് ഡയറക്ഷൻസ് ഓർഡേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ബ്രേക്ക് ആവുന്നുണ്ട്. അവിടെ അതുപോലെ തന്നെ എംപ്ലോയിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ആര് പറയുന്നത്, ഏത് ഫങ്ഷണൽ മാനേജർ പറയുന്നത് കേൾക്കണം എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. സെക്കൻഡ് വൺ ഈസ് കോംപ്ലെക്സ് റിലേഷൻഷിപ്പ്. There are too many close relationship between departments and individuals. So we can say it is very complex. ഫങ്ഷൻ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. കാരണം ഒരു ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ ബാക്കി ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഓർഡേഴ്സും ഡയറക്ഷൻസൊക്കെ കൊടുക്കേണ്ടി വരും. സോ അയാൾക്ക് ആ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അവിടെ കൃത്യമായിട്ടൊരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര കോംപ്ലക്സ് നേച്ചറായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. തേർഡ് വൺ ഈസ് കോൺഫ്ലിക്ട്സ്. ദെയർ ആർ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ഈക്വൽ റാങ്ക്സ്. സോ ദെയർ ആർ ചാൻസസ് ഓഫ് ക്ലാഷ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഫങ്ഷൻ ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ മാനേജേഴ്സിനെല്ലാം സെയിം റാങ്കാണ്. അതുപോലെ തന്നെ ധാരാളം ഫങ്ഷണൽ മാനേജേഴ്സും ഉണ്ടാകും. സോ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അവർക്ക് ഒരേ റാങ്ക് ആയതുകൊണ്ട് ആരാണ് സുപ്പീരിയർ എന്ന രീതിയിലൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലാഷ് വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെൻസീവ്. ഫങ്ഷൻ ഓർഗനൈസേഷൻ ഈസ് എക്സ്പെൻസീവ് ബിക്കോസ് ഇറ്റ് നീഡ്സ് എക്സ്പേർട്സ് ആസ് ഫങ്ഷണൽ മാനേജേഴ്സ്. ഫങ്ഷൻ ഓർഗനൈസേഷനിലത്തെ ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. ചെറിയ ഓർഗനൈസേഷൻസിൽ നിന്നും ആ ഒരു എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലാസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. There are separate function departments. It is difficult to coordinate the diverse activities of a number of function departments. സോ ഒരു ഓർഗനൈസേഷനിൽ ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ധാരാളം ഉണ്ടാവും. സോ എല്ലാ ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കില്ല.